അങ്ങനെ അനിരുദ്ധൻ ഭാവനയുടെ ഫോട്ടോ ഫോണിൽ കാണിച്ചുകൊണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഭാവന. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ വീട്ടിലാണ് അവൾ ഇപ്പോൾ ഉള്ളത്. അവൾ ഇനി പുറത്തേക്ക് പോകുന്നത് അവളുടെ ഭർത്താവിന്റെ കൂടെയായിരിക്കും. അവൾ എപ്പോഴാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് ഞാൻ നിങ്ങളെ പിന്നീട് അറിയിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ വേണം നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. ഒരു കാരണവശാൽ നിങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടരുത്. ബാക്കി നിർദ്ദേശങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പതിയെ തരാം. പിന്നെ നിങ്ങൾ സഞ്ചരിക്കുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നിങ്ങൾ മാറ്റിക്കോണം. അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അനിരുദ്ധൻ പറയുമ്പോൾ ശരി സർ എന്നെല്ലാം അവർ തല കുലുക്കി സമ്മതിക്കുകയാണ്. എങ്കിൽ നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് ഭാവനയുടെ ഫോട്ടോ അവരുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അനിരുദ്ധൻ അവിടെ നിന്ന് പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അതിൽ രണ്ട് ഗുണ്ടകളെ ഭാവനയുടെ ഫോട്ടോ കാണിച്ച് അടുത്തുള്ള ഷോപ്പുകളിലും ആളുകളോടൊക്കെ തിരക്കാൻ കേട്ടോ. ഈ പെൺകുട്ടിയെ കണ്ടോ, ഇവിടെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആരും ഇല്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മൂന്നാമത്തെ ആൾ അവിടെ എത്തുകയാണ്. എന്തായി കാര്യങ്ങൾ ചോദിക്കുകയാണ്. ആർക്കും അറിയില്ല, ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു എന്നൊക്കെ അവരും പറയുന്നുണ്ട്. എങ്കിൽ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും കൂടി ഒരു വണ്ടിയിൽ കയറി പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്ന സൂര്യയും ഭാവനയും ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കുകയാണ്. ഭാവന പറയുന്നത് ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോകും എന്ന് പറയുന്നത് ആന്റിക്ക് ഇഷ്ടപ്പെടില്ല. സൂര്യ പറയുന്നത് നീ അതൊന്നും നോക്കണ്ട, എന്തായാലും നീ ഇന്ന് തന്നെ മടങ്ങുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. അങ്കിളിനെയും കാണാൻ പറ്റിയിട്ടില്ലല്ലോ സൂര്യ എന്ന് പറയാട്ടോ ഭാവന. അത് കുഴപ്പമില്ല, അച്ഛൻ ഇന്ന് 2 മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരൂ. കാര്യങ്ങളെല്ലാം ഞാൻ അച്ഛനോട് പറയാം, അച്ഛന് മനസ്സിലാകും. നീ എന്തായാലും അമ്മയോട് പോകുന്ന കാര്യം പറയും, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഞാൻ വന്നിട്ട് മാനസിക അച്ഛനെയും അമ്മയും ഇതുവരെ കണ്ടില്ലല്ലോ സൂര്യ. അവർക്ക് എന്തായാലും നിന്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ഉളുപ്പുണ്ടാകില്ല. അങ്ങനെയല്ല അവർ ചെയ്തു കൂട്ടിയത്. അപ്പോഴേക്കും അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് അജയനും പ്രസീദും അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഭാവന പറയുന്നുണ്ട്, സൂര്യ എന്തായാലും എന്നെ വീട്ടിൽ കൊണ്ടുവിടുമ്പോൾ അകത്തേക്കൊന്നും കയറാൻ നിൽക്കണ്ട. പിന്നെ അതിന്റെ പേരിലാകും ആന്റിക്ക് അടുത്ത പ്രശ്നം തുടങ്ങാൻ ഒരു കാരണം കിട്ടുക. സൂര്യ പറയുന്നുണ്ട്, ആ ദുഷ്ടങ്ങളോട് എനിക്ക് കാണുന്നത് തന്നെ വെറുപ്പാണ്. ഭാവന പറയുന്നുണ്ട്, അവരോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല സൂര്യ. എന്നെ കൊന്നവരോട് ഞാൻ ക്ഷമിച്ചേക്കും, പക്ഷെ എന്റെ കുഞ്ഞിനെ കൊന്നവരോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. അത്രയ്ക്കും വലിയ ത്യാഗിയൊന്നുമല്ല ഞാൻ. എല്ലാ കേൾക്കും അജയനും പ്രസീതയും ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത് അമ്മക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ വരാമെന്ന് പറഞ്ഞതും അവർക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് പറയാൻ കേട്ടോ ഭാവന. നീ ഇനി നാളത്തേക്കൊന്നും വെക്കണ്ട, ഇന്ന് തന്നെ വീട്ടിൽ പോകാൻ നോക്ക് എന്ന് പറയാണ് സൂര്യയും. അങ്ങനെ ഞാൻ ആന്റിയോട് പറഞ്ഞിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ സൂര്യയും ഭാവനയും അവിടെ നിന്ന് പോവാൻ കേട്ടോ. എല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ കേട്ടോ അജയനും പ്രസീതയും. അവർ പോയതിനു ശേഷം അജയൻ പറയുന്നുണ്ട്, അപ്പോൾ ഭാവനയെ സൂര്യ തന്നെയാണ് കൊണ്ടുവിടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഏട്ടാ എന്ന് പ്രസീത ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു വഴി കാണും എന്ന് അവർ പറയാണ്. പിന്നീട് അവർ മാനസയെ കാണാൻ വേണ്ടി താഴേക്ക് പോവാൻ കേട്ടോ. മാനസയാട്ടെ വയറുവേദന വന്നിട്ട് ബെഡിൽ കിടന്ന് പൊളയാൻ കേട്ടോ. എന്ത് മോളെ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ലമ്മ, നല്ല വയറുവേദന, ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട എന്ന് മാനസ പറയാണ്. എങ്കിൽ നമുക്ക് ജയയെ വിളിക്കാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അജയന് ഒരു ബുദ്ധി തോന്നുകയാണ് കേട്ടോ. അവർ പ്രസീതയെ വിളിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പുറത്തെത്തുമ്പോൾ പ്രസീത ചോദിക്കുന്നത്, എന്താ ഏട്ടാ എന്താ കാര്യം? എടി ഇത് നല്ലൊരു അവസരമാണ്, നമുക്കൊരു പ്ലാൻ ഇടാം. നീ ഒരു കാര്യം ചെയ്യേ, മാനസമൊക്കെ നല്ല വയറുവേദനയാണ്, നീ ജയോട് പോയി പറയണം. എനിക്ക് നല്ല തലവേദനയായിട്ട് ഞാൻ കിടക്കുകയാണെന്നും പറയണം. അപ്പോൾ ഭാവന പോകാൻ ഇറങ്ങുന്ന സമയത്ത് അവൾ തന്നെ സൂര്യയോട് പറയും, സൂര്യ നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന്. അങ്ങനെ നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നീട് ഭാവനയെ ഒറ്റയ്ക്ക് കിട്ടുമല്ലോ, ബാക്കി കാര്യം അനിരുദ്ധൻ നോക്കിക്കോളും എന്നൊക്കെ പറയാണ്. അപ്പോൾ ആ ഐഡിയ കൊള്ളാമെന്ന് അവർക്ക് തോന്നുകയാണ്. അതേസമയം സൂര്യയും ഭാവനയും ജയനിർമ്മല എടുത്തെത്തുകയാണ്. ഭാവന പറയുന്നുണ്ട്, ആന്റി ഞാൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്, ഇന്ന് തന്നെ പോകണം മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ ആന്റി, ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അമ്മയ്ക്കും സേതുവേട്ടനൊക്കെ നല്ല പേടിയുണ്ട്. ഒരു അനുഭവം എനിക്ക് അങ്ങനെയല്ലേ ഈ വീട്ടിൽ നിന്നും ഉണ്ടായത്, അതുകൊണ്ടാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ജയ പറയുന്നുണ്ട്, ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ ഇവിടെ നിന്നോ എന്ന് പറയാൻ കേട്ടോ. ഭാവന പറയുന്നുണ്ട്, എന്റെ താല്പര്യത്തിനേക്കാളും ഇപ്പോൾ പ്രാധാന്യം മറ്റൊരുടെ താല്പര്യമല്ല ആന്റി. ഇനിയെങ്കിലും എനിക്ക് സൂര്യയും ഞങ്ങളെ കുഞ്ഞുമൊത്ത് ജീവിക്കണം. ആന്റിക്ക് അറിയാമല്ലോ, ഇനി ഞങ്ങൾക്ക് വരാൻ പോകുന്നത് 2 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ജയ ചോദിക്കുന്നത്, നീ മാനസമോളെ കണ്ടു? കണ്ടു, ഞാൻ സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജയ പറയാൻ, പോകുന്നെങ്കിൽ വേഗം പൊക്കോ, സന്ധ്യയാവാറായി, അധികം വൈകിക്കേണ്ട എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ജയയോട് യാത്ര പറഞ്ഞ് അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ആ സമയത്താണ് കേട്ടോ പ്രസീത വന്നിട്ട്, ജയെ മനസ്സുമുക്ക് നല്ല വയറുവേദനയുണ്ട്, എന്തു പറ്റി എന്ന് ചോദിച്ചിട്ട് ജയയും പ്രസീതയും ഒപ്പം തന്നെ ഭാവനയും സൂര്യയും കൂടി മനസ്സിന്റെ അടുത്തേക്ക് ഓടുകയാണ് കേട്ടോ. എന്ത് പറ്റി മോളെ എന്ന് ജയ ചോദിക്കുന്നുണ്ട്. നല്ല വയറുവേദന ഉണ്ട് ആന്റി എന്ന് പറയാണ്. ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറയാണ്. എവിടെ അജയൻ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രസീത പറയുന്നുണ്ട്, അജയേട്ടന് തലവേദനയായിട്ട് കിടക്കുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഭാവന വന്നിട്ട് അവളുടെ വയറിനും കൈയിന്റെ പൾസും കണ്ണും എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത് ഗ്യാസിന്റേതാകും. എവിടെ ആന്റി മാനസയുടെ മരുന്നുകളും ചോദിക്കുകയാണ്. അങ്ങനെ ജയ അതെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിൽ നിന്നും ഒരു ഗുളികയും അല്പം വെള്ളവും കൊടുക്കുകയാണ് കേട്ടോ മാനസയ്ക്ക്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കണം, ഇത് ഗ്യാസിന്റെ പ്രോബ്ലം ആകും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാനസയെ അവിടെ കിടത്തുകയാണ്. നന്നായി ശ്രദ്ധിക്കണം, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് കേട്ടോ. പിന്നീട് ഭാവന പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ജയ സൂര്യയോട് പറയുന്നുണ്ട്, സൂര്യ നീ വേഗം ഭാവനയെ കൊണ്ടുവിട്ടിട്ട് വാ, ഇനി മാനസമോൾക്ക് മാറ്റമില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും.
അപ്പോൾ ഭാവന പറയുന്നുണ്ട്, വേണ്ട സൂര്യ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, ഒരു ഓൺലൈൻ ടാക്സി വിളിച്ചു തന്നാൽ മതി. അത് പറ്റിയ എന്തേ ബ്ലോക്ക് കാരണം തിരിച്ചെത്താൻ വൈകിയാൽ അത് പ്രശ്നമാകില്ലേ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറയാണ്. അങ്ങനെ ജയൻ പറയുന്നുണ്ട്, വേണ്ട മോളെ, സൂര്യ കൊണ്ടുപോയി വിട്ടിട്ട് പോയാൽ മതിയല്ലോ എന്ന് പറയാണ്. ഭാവന പറയുന്നത്, വേണ്ട ആന്റി, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. അങ്ങനെ സൂര്യ ഒരു ഓൺലൈൻ ടാക്സി വിളിച്ചിട്ട് ഭാവന അതിൽ കയറി പോവാൻ കേട്ടോ. തങ്ങളുടെ പ്ലാൻ സക്സസ് ആയി എന്ന സന്തോഷത്തിലാണ് പ്രസീതയും അജയനും. അങ്ങനെ അവർ അനിരുദ്ധനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അനിരുദ്ധൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വീടിന്റെ മുന്നിൽ തന്നെ ഭാവനയും കാത്ത് എന്റെ 2 ഗുണ്ടകൾ നിൽപ്പുണ്ടായിരുന്നു. ഇനി ബാക്കി കാര്യം അവർ നോക്കിക്കോളും എന്ന് പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭാവന ടാക്സിയിൽ പോവുകയാണ്. ഫോളോ ചെയ്ത് 3 ഗുണ്ടകളുടെ കാർ പിന്നാലെ തന്നെയുണ്ട്. അവരാണെങ്കിലോ ഈ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ മറ്റൊരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതേസമയം ഭാവനയുടെ വീട്ടിൽ സേതു നന്നായിട്ട് മദ്യപിച്ചിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അവൻ ഡോറിന് മുട്ടുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ ഭാവന സേതുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. എന്താടേ എന്ന് ചോദിക്കാണ്ട സേതു. സേതുവേട്ട, അമ്മ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല. സേതുവേട്ടൻ തന്നെ അമ്മയോട് പറഞ്ഞേക്ക്, ഞാൻ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയാണ്. നീ എന്തിനാ അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്? നീ അവിടെ തന്നെ നിന്നാൽ മതി. നിനക്ക് ഞങ്ങളെക്കാളും വലുത് അവരല്ലേ, അതുകൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വരണ്ട, തിരിച്ചു പൊക്കോ എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തിൽ തന്നെ സേതു ഫോൺ കട്ട് ചെയ്യാണ്. അതേസമയം ഭാവനയാണെങ്കിലോ, ചേട്ടാ വണ്ടി ഒന്ന് സ്പീഡിൽ വിടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എത്ര അങ്ങ് ഇരുന്നിട്ടും അവൾക്ക് വീടെത്താതെ ആയപ്പോൾ ആകെ ഒരു ടെൻഷനൊക്കെയാണ്. അങ്ങനെ അവൾക്ക് ഉറക്കം വരുന്നതായിട്ട് തോന്നുക കേട്ടോ. അപ്പോൾ പതിയെ സീറ്റിൽ ചാരിയിരുന്ന് അവൾ ഉറങ്ങാൻ തുടങ്ങുകയാണ്. ഉടനെ തന്നെ അവൾ ഇരിക്കുന്ന കാറിലെ എന്തോ വന്ന് തട്ടുന്ന ശബ്ദം കേട്ട് അവൾ ഞെട്ടി ഉണരുകയാണ് കേട്ടോ. കാൺ തുറന്നു നോക്കിയതും കാർ തല കീഴായിട്ട് മറയുകയാണ് കേട്ടോ. അയ്യോ അമ്മേ എന്ന് അവൾ ഭാവന ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അതേസമയം സേതു ആകട്ടെ വീടിന്റെ വരാതിൽ കിടന്ന് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പിന്നീട് അജയന്റെ ഫോൺ റിങ് ചെയ്യാണ്. അവൻ ആ ഫോണും എടുത്തിട്ട് പതിയെ വീടിന്റെ ബാൽക്കണിയിലേക്ക് നീങ്ങുകയാണ് കേട്ടോ. അത് അനിരുദ്ധനായിരുന്നു കേട്ടോ. അവൻ പറയുന്നുണ്ട്, അജയ, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. നീ എന്തായാലും അല്പം സൂക്ഷിക്കുന്നത് നല്ലതാ. അവിടെയുള്ളവർക്ക് എന്തായാലും നിങ്ങളെ സംശയം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിന്റെ ഓരോ മൂവ്മെന്റും അവർ പ്രത്യേകം വാച്ച് ചെയ്യും. ഒരു തരത്തിലും ഒരാൾക്കും പിടികൊടുക്കുന്ന രീതിയിൽ നിന്റെ ഭാഗത്തുനിന്നും ഒന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ നമ്മൾ എല്ലാവരും അകത്താകും എന്നൊക്കെ പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഭാവനയ്ക്ക് എന്തോ സംഭവിച്ചു എന്നറിഞ്ഞത് കേട്ടിട്ട് അജയനും നല്ല സന്തോഷമാവാൻ കേട്ടോ. അവനും നല്ല ഹാപ്പിയാണ്. അത് മതി അനിരുദ്ധ, എനിക്ക് ഇത് കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതുവരെ കാത്തിരുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇന്നെന്തായാലും നന്നായിട്ടൊന്ന് ഉറങ്ങണം എന്നൊക്കെ പറയാൻ കേട്ടോ അനിരുദ്ധനോട്. അങ്ങനെ അവൻ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. അവിടെ ഗായത്രി ഡോർ തുറന്നതും ഫ്രണ്ടിൽ കിടന്ന് സേതു ഉറങ്ങുന്നതാണ് കേട്ടോ കാണുന്നത്. സേതുവിനെ തട്ടി വിളിക്കുന്നുണ്ട്. സേതുവിനാട്ടെ കഴിഞ്ഞ ദിവസം രാത്രി ഭാവന അവന്റെ ഫോണിലേക്ക് വിളിച്ചതും കാര്യങ്ങൾ പറഞ്ഞതോ ഒന്നും ഓർമ്മയില്ലായിരുന്നു കേട്ടോ. അവൻ പതിയെ എഴുന്നേറ്റ് അകത്തേക്ക് പോവാണ്. ഗായത്രി പറയുന്നുണ്ട്, ഇത്ര നേരമായിട്ടും ഭാവനയെ കണ്ടില്ലല്ലോ, അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഈശ്വര, എന്താ അവൾ ഇങ്ങനെ ചെയ്യുന്നത്? ആര് പറഞ്ഞത് എന്താണ് അവൾ അനുസരിക്കാത്തത്? എല്ലാം അവൾ മറന്നുപോയോ എന്നൊക്കെ പറഞ്ഞ് കണ്ണുനീരൊഴുക്കിയാണ്. അതേസമയം തന്നെ സൂര്യയുടെ കാർ അവിടെ വന്ന് നിർത്തുകയാണ് കേട്ടോ. സൂര്യ അതിവേഗത്തിൽ തന്നെ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ അകത്തേക്ക് വരികയാണ്. അപ്പോൾ സൂര്യയെ കണ്ടതും മായയും ഗായത്രിയും സേതുവും എല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ മോനെ, രാവിലെ തന്നെ ഭാവന എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴാണ് സൂര്യ അറിയുന്നത് ഭാവന അവിടെ എത്തിയിട്ടില്ല എന്ന്. സൂര്യ ചോദിക്കുന്നുണ്ട്, ഭാവന ഇവിടെ വന്നില്ല ആന്റി, അവൾ ഇന്നലെ രാത്രി ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടതാണല്ലോ. അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്, ഫോൺ എടുക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ തിരക്കി ഇങ്ങോട്ടേക്ക് വന്നത്. എവിടെ അവൾ, കണ്ടിട്ട് 2 പറയണം എന്ന് വിചാരിച്ച് വിളിച്ചതാണ്. വീട്ടിലെത്തിയിട്ട് ഒരു വിവരവും അറിഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ച് അമ്മ തന്നെയാണ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ഇത് കേട്ടതും ഗായത്രി ആകെ ഷോക്കാകാണ്. ഭാവന ഇന്നലെ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടെന്നോ? ഞാൻ അവളെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞത് പറ്റിയാൽ ഇന്ന് വരും, ഇല്ലെങ്കിൽ നാളെ വരുമെന്നാണല്ലോ. സൂര്യ വന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വിളിക്കാം എന്നാണല്ലോ. പിന്നീട് അവൾ എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഗായത്രി അവളുടെ ഫോൺ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന സേതുവിനെ എന്തോ ഒരു ഉറക്കത്തിൽ സ്വപ്നം കണ്ടത് പോലെയുള്ള ഒരു തോന്നൽ വരികയാണ് കേട്ടോ. ഭാവനെ വിളിച്ചതും കാര്യങ്ങൾ സംസാരിച്ചതൊക്കെ. അപ്പോൾ സേതു പറയുന്നുണ്ട്, അമ്മേ, ഇന്നലെ അമ്മയുടെ ഫോണിലേക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഭാവന എനിക്ക് വിളിച്ചിരുന്നു. ഞാനാകട്ടെ ആ സമയത്ത് അല്പം കുടിച്ചിരുന്നു. മാത്രമല്ല എനിക്ക് അവളോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു. നീ തിരിച്ചു പൊക്കുക അവൻ സൂര്യയുടെ വീട്ടിലേക്ക്, ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേ. പിന്നീട് ഞാൻ അങ്ങ് മയങ്ങിപ്പോയി എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടതും ഗായത്രി പൊട്ടിക്കരയാണ്. ഈശ്വര, എന്റെ മോൾ, അവൾ പിന്നെ ഇന്നലെ ഇങ്ങോട്ട് പോന്നെങ്കിൽ പിന്നെ അവൾ എവിടെ പോയി? സൂര്യ, എനിക്ക് എന്റെ മോളെ കൊണ്ടുവന്ന് തരണം. ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവളെ കൊണ്ടുപോകണ്ട എന്ന്. ആര് പറഞ്ഞാലും അവൾ അനുസരിക്കില്ലല്ലോ. അവൾക്ക് എപ്പോഴും അവൾ ചിന്തിക്കുന്നതും പറയുന്നതുമാണല്ലോ തീരുമാനവും വലുത് എന്നൊക്കെ പറഞ്ഞ് കരയാണ്. എല്ലാം കേട്ട് സൂര്യ ആകെ തകർന്നു നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ സേതു ഉടൻ തന്നെ ഭരത്തിനെ വിളിക്കുന്നുണ്ട്. ഭരതും അവിടെ ഓടി എത്തുകയാണ് കേട്ടോ. എന്താ സേതുട്ടാ, എന്താണ് ഈ കേൾക്കുന്നത്? ഭാവനേച്ചി എവിടെ പോകാനാ? സൂര്യേട്ടന്റെ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെ പോകാനാ എന്നൊക്കെ അവൻ തിരക്കാണ്. അങ്ങനെ സൂര്യക്കും എന്തൊക്കെയോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ പറയുന്നുണ്ട്, ഭാവന ഇല്ലാത്ത ഈ ലോകത്ത് ഒരിക്കലും സൂര്യയും ഉണ്ടാകില്ല. ആ കാര്യം എല്ലാവരും ഓർത്തോ. അവൾ എവിടെ പോയാൽ ഞാൻ അവളെ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞ് സൂര്യയും കരഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ. കൂടെ തന്നെ ഭരത്തും പറയുന്നുണ്ട്, സൂര്യേട്ട ഇങ്ങനെ വിഷമിക്കാതെ, ഭാവനേച്ചി തിരിച്ചു വരും. ഒരു പക്ഷെ ഇന്നലെ രാത്രി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ട് ആർക്കെങ്കിലും എന്തേ സഹായത്തിന് പോയതാണെന്ന് പറയാൻ പറ്റില്ല.
എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിലെല്ലാം പോയി ഒന്ന് അന്വേഷിക്കാം. എന്തെങ്കിലും വഴിയിൽ വെച്ച് വല്ല അസ്വസ്ഥത മറ്റോ ഉണ്ടായിട്ട് അവർ ഹോസ്പിറ്റലിൽ പോയതായിരിക്കുമോ? നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഭരത്തും സൂര്യയും അവിടെ നിന്നും ഇറങ്ങാൻ ട്ടോ. ഗായത്രി ആവട്ടെ ഭാവനയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ആകെ വിഷമിച്ച് കരയാണ്. മായ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെ കരയാതെ, ഭാവനയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അവളുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തൊരു ആവശ്യമുണ്ടായാൽ അവൾ ഏത് രാത്രി ആയാലും അതൊന്നൊരു പ്രശ്നമാക്കില്ലമ്മേ. ഒരു പക്ഷേ അവൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. എനിക്കുറപ്പാണ് സൂര്യയും ഭരത്തും പോയിട്ടുണ്ടല്ലോ, അവരെന്തായാലും ഭാവനയെ തിരിച്ചു കൊണ്ടുവരും അമ്മേ. അമ്മ വിഷമിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി വരുത്തി വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് മായ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ അവളും പൊട്ടിക്കരയാൻ ട്ടോ. സേതു ആവട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവസാനം വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ്.